ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ലേഡീസ് ഓൺലി ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ദാ ബസ്സൊക്കെ വന്നു. അങ്ങനെ ബസ് വന്നു, എല്ലാവരും കയറുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സമയം ഒരു 4:30 ആകുമ്പോഴാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് പുലർച്ചെ. അപ്പം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെ വന്നിട്ട് എല്ലാവരും വിഷ് ചെയ്യായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ച് പോയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ തന്നു കേട്ടോ. അങ്ങനെ ദാ ഞങ്ങളെ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൗൺസിലർ ഉണ്ടായിരുന്നു കേട്ടോ, റംലത്ത. അപ്പം ആള് ഭയങ്കര പോസിറ്റീവാണ്. ഞങ്ങൾ ഈ അസോസിയേഷൻ്റെ അതിൽ ലേഡീസ് വിങ്ങിൻ്റെ ഏത് കമ്മിറ്റി ഉണ്ടാക്കിയ സമയത്ത് തന്നെ ടൂറൊക്കെ പ്ലാൻ ചെയ്യാൻ ആള് ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇതാ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസ് കളിക്കൽ തുടങ്ങി കേട്ടോ. എല്ലാവരും ഭയങ്കര എനർജിയാണ്. അപ്പോൾ ഇതാ കുറേ താത്തമാർ പാട്ടൊക്കെ പാടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. എല്ലാവർക്കും മുന്നിലേക്ക് വരാനുള്ളൊരു കുറവും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടി ടൂറ് പോകുന്ന പ്ലാൻ ചെയ്ത് എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അങ്ങനെ തണുപ്പൊക്കെ ഇതാ ചെറുതായിട്ട് വരാൻ തുടങ്ങി കേട്ടോ. ഗ്ലാസ്സൊക്കെ ഓപ്പൺ ചെയ്തതിനെ കൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ ഏൽപ്പിച്ചതായിരുന്നു ഇത്രയും പേർക്കുള്ള. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിച്ചു. പിന്നെ അതാ ബാക്കിൽ കുറച്ച് കുട്ടീസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ താത്തമാരൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ് കണ്ടോ. ഡാൻസൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ദാ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡായതാട്ടോ. ഇത്രയും ടീംസാട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതാ എൻ്റെ ബാക്കിൽ ഇതാ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സൗജത്താത്തത് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തമ്പൊക്കെ തന്നു. പിന്നെ ഇതാ എല്ലാവരും ഓരോ ഫുഡ് ഐറ്റംസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിക്കുമായിരുന്നു. ഇതാ കണ്ടോ പുറത്ത് എന്ത് ഭംഗിയാ കാണാൻ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഗായസ് ഞങ്ങൾ ഊട്ടിയിലെത്തി. ഇനി അവിടുന്ന് പൈക്കര വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അവിടുന്ന് കുറച്ചൊന്ന് നടക്കാനുണ്ട്. ഞങ്ങൾ ബസ് കുറച്ച് ഇപ്പുറത്തായിരുന്നു നിർത്തിയിട്ടിരുന്നത്. അപ്പം ഞങ്ങൾ പൈക്കര വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ബാറ്ററി കാർസ് ഉണ്ട്. നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് നടക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ പോവാം ആ കാറിൽ. അല്ലാത്തവർക്ക് നടക്കാം. ഒരുപാട് പേര് നടന്നിട്ട് കേട്ടോ പോകുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ ബാറ്ററി കാറിൽ പോകണുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് പോവുമായിരുന്നു. പോണ വഴിക്കൊക്കെ നല്ല വ്യൂ ആട്ടോ. അങ്ങനെ ഇതാ അവിടെ എത്തിയിട്ടോ പൈക്കര വാട്ടർഫോള്. ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ കയറണമെങ്കിൽ കേട്ടോ. ഇതാണ് ബാറ്ററി കാർ എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തണുപ്പും കൂടി അതിനെക്കൊണ്ട് നമുക്കത് അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം. ഒരു സുഖമുള്ള ക്ലൈമറ്റ് ആയിരുന്നു ഏതായാലും. ഈ സ്റ്റെപ്പ് 50 സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. നമ്മളിങ്ങനെ നടന്നു പോയിട്ട് ഫുൾ താഴത്തേക്ക് ഫുള്ള് താഴെ വരെ സ്റ്റെപ്പുകളാണ്. കണ്ടോ ബാക്കിൽ വ്യൂ കാണിച്ചു തരാം കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ. നല്ല ഭംഗിയുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന കാണാൻ സൂപ്പറാ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു എല്ലാവരും. അങ്ങനെ ഇനി നടന്ന് നമുക്ക് താഴത്തേക്ക് പോയോക്കാം കേട്ടോ. അങ്ങനെ താഴത്തുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ.
അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മോനെ നന്നായിട്ട് മിസ് ചെയ്തു കേട്ടോ. അവനും വരേണ്ടതായിരുന്നു, പക്ഷെ രാവിലെ എണീറ്റപ്പോൾ കാല് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടന്നില്ല. അപ്പം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ഏതായാലും നെക്സ്റ്റ് ടൈം ഊട്ടി പോവുകയാണെങ്കിൽ എന്തായാലും മോനെ കുട്ടി കൊണ്ടുപോകണം, കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ താഴെ എത്തിയിട്ടുള്ള കംപ്ലീറ്റ് വ്യൂ കേട്ടോ. പിന്നെ ഇതാ നമ്മളെ കുട്ടീസൊക്കെയാണ് കേട്ടോ ഇത്. ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു, ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളിതാ കമ്പം മേടിച്ചു കേട്ടോ. പിന്നെ ബസ്സിൽ നിന്ന് നമ്മൾ ആപ്പിളൊക്കെ കഴിച്ചു, ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഉച്ചയാവാറായിട്ടോ. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടിട്ട് ഇതാ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ, നമ്മൾ ഏൽപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പം ഈ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ തന്നു കേട്ടോ, ബാക്കിലിതാ കുട്ടികൾ. അപ്പോൾ അവർ ബിസ്ക്കറ്റൊക്കെ തന്നു, അതൊക്കെ കഴിക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹൗസ് ബോട്ടിംഗ് ഒക്കെ ഉള്ള ആ സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. അപ്പം ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പം ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്തു എന്ന് തോന്നുന്നു, നമുക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലെത്തിയ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലൂടെയൊക്കെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഹൗസ് ബോട്ടിൽ കൂടെ ഇങ്ങനെ പോവാം കേട്ടോ. അവിടെ കുറച്ച് ഗാർഡനൊക്കെ ഉണ്ട്, നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. പിന്നെ അവിടെ കുറച്ച് ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചെന്ന മസാലയുടെ ബേൽപൂരിയൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ, കുഴപ്പമില്ല. അങ്ങനെ ബേൽപൂരിയൊക്കെ വാങ്ങി എത്തുമ്പോഴേക്കും ഇവിടെ ഐസ്ക്രീമൊക്കെ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമും കഴിച്ചു, ബേൽപൂരി എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്തു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടോ. അങ്ങനെ നേരെ പോയത് നെക്സ്റ്റ് ഒരു ഹോർട്ടിക്കൾച്ചറൽ ഗാർഡനാണ്. അപ്പം അവിടെ എത്തിയപ്പോൾ ഒരു 5:45 ആയിട്ടുണ്ടാവും കേട്ടോ, ഇരുടാവാറായി. അപ്പം അങ്ങനെ ഇവിടെ എത്തിയ സമയത്തായിരുന്നു കേട്ടോ നല്ല തണുപ്പ് കൂടിക്കൂടി വരികയായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ ഒരു സ്ലൈഡായിട്ട് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരു 7:30 ആകുമ്പോൾ നമ്മൾ തിരിച്ച് ബസ് കയറി നമ്മൾ യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ഉറങ്ങി എണീറ്റു, സമയം ഒരു 2:30 ആയി കേട്ടോ. ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ച് കൊണ്ടോട്ടെത്തി. അങ്ങനെ ഇതാ നേരെ വീട്ടിലെത്തിയ സമയം ഒരു 3 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.